ഹലോ ഗൈസ്, ഇത് ഞാൻ ഇന്നലെ വിഴിഞ്ഞം ഹാർബർ കാണാൻ പോയപ്പോൾ എടുത്ത പിക്ചേഴ്സാണ്. ഞാൻ അവിടെ ഈ കണ്ടെയ്നർ ഷിപ്സ് വന്നതിന് ശേഷം ഞാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ദൂരെ നിന്നുള്ള പിക്ചറാണ് എടുക്കാൻ സാധിച്ചത്. അങ്ങനെ പോയപ്പോഴാണ് ശരിക്കും ഞാൻ മീൻ വാങ്ങാനാണ് പോയത്. ഇവിടെ ഇങ്ങനെ ലേലം വിളിക്കുന്നത് കണ്ടു. താഴെ വെച്ചിരിക്കുന്ന മീനിനെയാണ് ലേലം വിളിച്ച് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ചേട്ടൻ ആദ്യം ഒരു വിലയിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് ലേലം വിളിക്കുന്നതനുസരിച്ച് റേറ്റ് കൂട്ടി കൂട്ടി പോകും. ലാസ്റ്റ് റേറ്റ് വിളിക്കുന്ന ആൾക്ക് മീൻ കൊണ്ടുപോകാം. അങ്ങനെയാണ് ഈ ലേലം വിളിച്ച് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ലേലം വിളിച്ച് മീൻ വാങ്ങിക്കാറുണ്ട്. അത് ഇപ്പോൾ ഒരു ജോയിൻ്റായിട്ട് കുറച്ച് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ചേച്ചിയോ അനിയത്തിയോ അങ്ങനെയൊക്കെ ആയിട്ട് പോയി ലേലം വിളിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ടിൽ തന്നെ ഒത്തിരി മീൻ നമുക്ക് കിട്ടും, വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്തവണ ഞങ്ങൾ മാത്രമാണ് പോയത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഷിപ്പ് കാണാനും കൂടിയാണ് പോയത്. മീൻ വാങ്ങിക്കണം, പിന്നെ ഷിപ്പും കാണണം. അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇങ്ങനെ കണ്ടെയ്നർ ഷിപ്പിലേക്ക് ലോഡ് ചെയ്യുന്നത്. നമ്മുടെ മിക്ക ഹാർബറുകളിലും ഉള്ള പോലെ തന്നെ ഇവിടുത്തെയും പരിസരമൊക്കെ നല്ല വൃത്തികേടാക്കി ഇട്ടിരിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ളതാണ് ഒരു കണ്ണിന് കുളിർമയും ആനന്ദവും നൽകുന്നത്. ഈ പക്ഷി അവിടെ ഇങ്ങനെ കടൽക്കാറ്റും വെള്ളവും ഒക്കെ കൊണ്ട് മീൻ പിടിക്കുന്നതും, ഒത്തിരി പരുന്തുകളിങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. തൊട്ട് അപ്പുറത്ത് കുറേ പട്ടികൾ മീനൊക്കെ കടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് മീൻ വാങ്ങിച്ചതിന് ശേഷം അവിടുത്തെ പരിസരമൊക്കെ ഒന്ന് കാണാൻ പോയി. മനോഹരമായൊരു യേശു ക്രിസ്തുവിൻ്റെ പ്രതിമ ആ പള്ളിയിൽ കണ്ടു. ഈ കപ്പലിൻ്റെ കുറച്ചും കൂടെ അടുത്തുള്ളൊരു വ്യൂ കാണാനായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെ കാണാൻ സാധിച്ചു. നല്ല മനോഹരമായ കടലിൻ്റെ ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. കാര്യം നമ്മൾ മീൻ വാങ്ങാൻ വന്നതാണെങ്കിലും സമയം പോയതറിഞ്ഞില്ല. ഈ കടലും കടലിൻ്റെ ഒച്ചയും കപ്പലും ഒക്കെ കണ്ട് സൺസെറ്റായി. സൂര്യാസ്തമനം കാണാൻ ഏത് ഭൂമിയുടെ ദിക്കിൽ പോയി നിന്നാലും നല്ലൊരു കാഴ്ചയാണ്. അത് ഇപ്പോൾ കടലിൻ്റെ തീരത്താണെന്നുണ്ടെങ്കിൽ ആ കാഴ്ചയ്ക്ക് ഇരട്ടി ഭംഗി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ മനോഹരമായ കാഴ്ച ഇതുപോലെ മലിനമായി കിടക്കുന്ന കണ്ടപ്പോൾ അല്പം വിഷമമുണ്ട്. ഈ പിക്ചറിൽ കണ്ടോ, യേശു ക്രിസ്തുവിൻ്റെ തലയിലും കയ്യിലും 2 കാക്കകൾ. അങ്ങനെ കുറേ കാഴ്ചകൾ, പല വർണ്ണത്തിലുള്ള ബോട്ടുകൾ, അതിൻ്റെ അടുത്ത് ചീട്ട് കളിക്കുന്ന കുറേ ആൾക്കാർ, പിന്നെ ഒരു ഏകാന്ത പഥികൻ. അല്പം മുമ്പിലേക്ക് പോയപ്പോൾ ഒരു മുസ്ലിം പള്ളിയും കണ്ടു. ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ ആ പരിസരത്ത് നിന്ന് എടുത്തിട്ട് നമ്മൾ അടുത്ത യാത്ര തിരിച്ചു.